ഹലോ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോ ഒരു സൂരജ് എങ്ങനെ ഞാൻ തുടങ്ങണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ തുടങ്ങാം. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് വരുമെന്ന് എനിക്ക് ജസ്റ്റ് ഒരു തോന്നലാണ്. ശരിക്കും എനിക്ക് ടിക്കറ്റൊക്കെ പുള്ളി അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എനിക്ക് ടിക്കറ്റ് ഇവിടെ സൈഡിൽ നിങ്ങളെ കാണിക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി. 22-ാം തീയതിയാണ്, 22-ാം തീയതി ഇവിടെ വരും. 21-ാം തീയതിയാണ് ഫ്ലൈറ്റ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച ഏത് ദിവസം, 21ആണോ 22ആണോ? തിങ്കളാഴ്ച എന്തായാലും ഫ്ലൈറ്റിൽ കയറി ചൊവ്വാഴ്ച ഇവിടെ എത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്കിന്നങ്ങ് തോന്നുന്നു ഇന്ന് വരുമെന്ന് സൂരജ്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചേക്കാം. ഇന്ന് വരുവാണെങ്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്യാം, അല്ല ഇനി വേറെ ദിവസം വരുന്നെങ്കിൽ അന്നത്തേക്ക് പോസ്റ്റ് ചെയ്യാമല്ലോ. അന്നത്തേക്ക് അല്ല, ഇന്ന് വരുവാണെങ്കിൽ എൻ്റെ ഒരു ജസ്റ്റ് ഒരു അപ്പം ശരിക്കും എനിക്കിന്ന് വരുമെന്നൊക്കെ തോന്നുന്നു. ചിലപ്പോൾ ഇന്ന് വരത്തില്ലായിരിക്കും. എന്നാലും ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. വരുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം. എത്ര രാത്രിയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, ഞങ്ങളിങ്ങനെ എനിക്കങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വർഷവും 2 മാസമായി. കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതിയാണ് സൂരജ് നാട്ടിൽ നിന്ന് പോയത്. 2024 ഫെബ്രുവരി. ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാനും അമ്മയും അങ്ങോട്ട് പോകാമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചില സാഹചര്യം കൊണ്ട് നമുക്കത് പറ്റിയില്ല. നമ്മുടെ ചെറിയ പേഴ്സണൽ കാര്യങ്ങൾ ഇടയ്ക്ക് വന്നുകൊണ്ട് അതും ഓൾമോസ്റ്റ് എല്ലാം ഫിക്സ് ആയിരുന്നു. ഞാനും അമ്മയും പോയി അവിടെ നമുക്ക് വാക്സിനേഷൻ, യെല്ലോ ഫീവറിന് വാക്സിനേഷൻ വരെ ഞങ്ങൾ രണ്ടുപേരും എടുത്തു. അതിന് ശേഷമാണ് പെട്ടെന്ന് പോകുന്നില്ല എന്നൊരു പ്ലാൻ വന്നത്. ഇനിയിപ്പം അമ്മയ്ക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പം നമ്മളങ്ങോട്ട് പോകുന്നത് വളരെ നടക്കുന്ന കാര്യമല്ല. അപ്പം ഇനിയിപ്പോൾ വന്നാലും 1 മാസം കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ അത് പെട്ടെന്ന് പോകുമായിരിക്കും. എനിക്കത് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല. അത് അപ്പം നോക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ള സമയം എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറയും ഇന്ന് വരുമെന്ന്. പക്ഷേ എനിക്ക് ടിക്കറ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ടിക്കറ്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇതായിട്ട് കാണിച്ചു തരാം. കാരണം 21-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അല്ല 21-ാം തീയതി 22-ാം തീയതി ഇവിടെ എത്തും. അങ്ങനെയാണ് ഡേറ്റ്. തിങ്കൾ കയറി, തിങ്കൾ വൈകിട്ട് കയറി ചൊവ്വ ഇവിടെ എത്തും. ചൊവ്വ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. 4:50 ആകുമ്പോൾ 4:05 ആകുമ്പോൾ എയർപോർട്ടിലെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാണ് ഇന്ന് വരുമെന്ന് എനിക്കങ്ങ് തോന്നുക കേട്ടോ. ഉറപ്പൊന്നുമില്ല. അപ്പോൾ വരുവാണെങ്കിൽ ബാക്കി വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആരും കാണത്തില്ല, ഇവിടെ ഇത് അവസാനിക്കട്ടെ. വീഡിയോ ഇല്ല, എടുക്കാൻ പറ്റിയില്ല. എനിക്കറിയായിരുന്നു. അയ്യോ, അമ്മ രവീന്ദ്രവാനെ വിളിക്കുന്നത് ഞാൻ കണ്ട്. സൂരജ് ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് വന്നു. കഷ്ടോ, വണ്ടി സർപ്രൈസ് ആവാൻ വേണ്ടിയാണ് അവിടെ വണ്ടി ഇവിടെ വെച്ചിട്ട് വന്നേ. കേറാതെ വിളിച്ചോ? ഞാൻ പെട്ടെന്ന് വന്നില്ലേ, ഇവിടെ വെള്ളം കണ്ടെങ്കിൽ നോക്കി അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കണ്ടില്ല. അമ്മയ്ക്ക് അത്ഭുതമായിരുന്നു. അയ്യോ, ഗേറ്റ് ഒന്നുകൂടി തുറക്കണം. ആമിടെ വേറെ ആരെയോ പോലെ തോന്നുന്നു എനിക്ക്. ആമി അച്ഛനാണോ ഇത്? ആമി കരയാണ്. അത് അയ്യോ, എത്ര ദിവസം ഒരു വഴിക്ക് മണ്ണ് നിന്ന് കുറച്ച് ചേച്ചിയുടെ വണ്ടി ആമിയുടെ അച്ഛൻ വന്നെന്നാ തോന്നുന്നത്. ആര് വഴികൂടെ പോയാലും അല്ല, ഞാൻ കണ്ടുപിടിച്ചല്ലോ സൂരജ്. സൂരജ് എന്താ വരുമെന്ന്? സൂരജ് ഇപ്പൊ ഇത്തിരി പുതിയ നിയമം എൻ്റെ അടുത്ത് പറയാണ്. ഇപ്പൊ നമുക്ക് പറ്റുമോ, ഇന്ന് സൂരജ് വന്നില്ലെങ്കിൽ 5000 രൂപ. എത്ര 10,000. സൂരജ് ഇന്ന് വന്ന അമ്മ എനിക്ക് തരണം, നാളെ എങ്ങനെയുണ്ട്?
ഫ്ലൈറ്റ് കയറിയതൊക്കെ എനിക്ക് മനസ്സിലായി. അന്നേരം ടിക്കറ്റ് എഡിറ്റ് ചെയ്തതല്ലേ? എനിക്കറിയാം. ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു ഞായറാഴ്ചക്കുള്ളിൽ വരും, എനിക്ക് ഉറപ്പുണ്ട്. ഞായറാഴ്ചക്കുള്ളിൽ അപ്പൊ അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. ഞായറാഴ്ചക്കുള്ളിൽ നേരത്തെ എനിക്ക് അറിയാം. അടുത്ത ഞായറാഴ്ച ശനിയാഴ്ച പരിപാടി. അമ്മ എന്നാ അറിഞ്ഞ ഇന്ന് വരുമെന്ന്? ഇപ്പൊ തുറക്കണ കണ്ടു. പിന്നെ അമ്മ അറിഞ്ഞിട്ടേ ഇല്ല. അയ്യോ, ഇന്ന് രാവിലെ ഇപ്പൊ എയർപോർട്ടിൽ എത്തിയതെന്ന് വിളിച്ചില്ലേ? 8 അമ്മ പറഞ്ഞിട്ടേ ഇല്ല സൂരജ് വരുന്ന കാര്യം. കള്ളം പറയരുത് സൂരജ്. രവീന്ദ്രൻ കാർ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞതാ. പോ സൂരജ് പോട്ടെ, ഇനി അടുത്ത വർഷം വരും. ഇറങ്ങ ഒരു വിഷമം പോലെ. കഷ്ടം. കൊറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആമിയല്ലേ? ചൂടോ കഷ്ടം. ആമി ചിരിക്കുന്നു നോക്കി. ആമി മറ്റേ പാട്ട് എന്തായാലും എന്റെ അച്ഛൻ വന്ന് രവീന്ദ്രൻ പഠിപ്പിക്കാൻ പറഞ്ഞു. എന്റെ അച്ഛൻ വന്നേ, അച്ഛൻ വന്ന്. ആമിക്ക് അറിയായിരുന്നു അച്ഛൻ ഇന്ന് വരുമെന്ന്? എങ്ങനെ അറിയായിരുന്നു? ആമിക്ക് സർപ്രൈസ് ആയിരുന്നു അല്ലേ? സർപ്രൈസ് ആയി പോയോ? ഇഷ്ടം എന്ത് വേണം? സർപ്രൈസോ? എന്ത് സർപ്രൈസോ വേണ്ടേ? മെർമെയ്ഡ് റോബോട്ട് ഇല്ല, വേറൊരു സാധനം കൊണ്ടുവന്നു. ക്ഷീണിച്ച് അതോ മാമിയോ? സൂര്യ പെട്ടി ഇറങ്ങുന്നതും കൂടെ വീഡിയോ എടുത്തേക്കാം. പെട്ടി കണ്ടാൽ ഞെട്ടും, അങ്ങനെ പറഞ്ഞല്ലേ? അതെനിക്ക് അറിയാല്ലെങ്കിൽ. ആമി എന്താടാ? ഇത് ആമിക്ക്, ഇത് ചിക്കിരിക്ക് കൊടുക്കണേ. അന്നടെ കൊടുത്തേര്. ഇത് ചിക്കിരിക്ക് കൊടുക്കണേ. ഇത് ചേട്ടന് കൊടുക്കും. ഇത് അമ്മയ്ക്ക് കൊടുക്കും. എനിക്കിതെന്താ? ഓ, കോഫി പൗഡർ. ഇനി സ്കൂളിൽ കൊണ്ട ബാഗ് ആയല്ലോ, 2 ബാഗ്. ഇഷ്ടപ്പെട്ടോ? ആരാ ഇത്? ഇതൊരു മഴയല്ലേ? എവിടെ പോവാണ്? ഹാപ്പിയാണോ അമ്മി? ഇതാണോ അമ്മിയുടെ അച്ഛ? ഇത്രയും നാളായിട്ട് നമ്മൾ മേടിച്ച ഫ്ലാറ്റ് സൂര്യന് കണ്ടിട്ടില്ല. ഇന്നാണ് ശരിക്കും സൂര്യന് കാണാൻ പോകട്ടോ ഫ്ലാറ്റ്. അതാണ് ഈ മഴയായിട്ട് ഞങ്ങൾ ഇറങ്ങി ഇതിനകത്ത് ഇത്ര ലേറ്റ് ആയിട്ട് സൂര്യന് കാണാൻ എക്സൈറ്റഡ് ആണ്. എങ്ങനെ എടുക്കണമെന്നുള്ളൊരു ഇവിടുത്തെ ആ സൂരജ് ഈസ് എക്സൈറ്റഡ് ആണോ? സൂരജ് കാണുന്ന ഫസ്റ്റ് ടൈം അല്ല, ഇത് ഇവിടെ ഓൺ ആക്കണ്ടേ? ഇതെങ്ങനെ തുറക്കും? സൂരജ് ആദ്യമായിട്ട് സൂരജിന്റെ വീട് കാണുന്നു. കണ്ട പോലെ ഉണ്ടോ? ഇല്ലില്ല. സുരേഷ് ഈസ് എക്സൈറ്റഡ്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീമുരുക കഫേയിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്നു. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനമാണ് ഈ പഴംപൊരിയും ബീഫും.
എനിക്കൊന്ന് ഫസ്റ്റ് ഇവിടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് സൂരജ് പറയുന്നത്. കുറേ വർഷം മുന്നുള്ള കടയാണ്. ഇവിടാണ് ഫസ്റ്റ് ഈ പഴംപൊരി ബീഫ് കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളി സാധനം. അപ്പം ആരൊക്കെ പഴംപൊരി ബീഫ് ട്രൈ ചെയ്യണമെങ്കിൽ ശ്രീമുരുക കഫേയിലോട്ട് വന്നാൽ മതി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സൂര്യന് കുറേ നാളായി ഈ പഴംപൊരി ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട്, അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് കഴിച്ചത്. പിന്നെ നമ്മൾ ഈ പുറത്തുള്ളവർക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ കുറേ ആഗ്രഹങ്ങൾ കാണുമല്ലോ, ഇത് കഴിക്കണം അത് കഴിക്കണം. അങ്ങനെ നമ്മളൊരു ലൈവ് ടീയും കൂടെ കുടിച്ചു. അപ്പോൾ ഇവിടെ കുറേ സ്പെഷ്യൽസ് ഉണ്ട് കണ്ട. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളതും ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ കഴിക്കാൻ വരുന്നതും പൊറോട്ട വിട്ട് എന്താ പറയുക, പഴംപൊരിയും ബീഫുമാണ്. പഴംപൊരിയും ബീഫും അടിപൊളിയാണ്. ഇവിടുത്തെ കുറേ ആൾക്കാർ വരും. ആദ്യം ഇതൊരു ചെറിയ കടയായിരുന്നു തൊട്ടപ്പുറത്ത്, അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത്ര വലിയൊരു കുറച്ച് ആൾക്കാർക്ക് ഇരിക്കുന്ന സെറ്റപ്പിലാക്കിയത്. പണ്ടത്തെ കടയാണ് ഇതിൻ്റെ ഈ കടയായിരുന്നു പണ്ടത്തെ ശ്രീമുരുക കഫേ. അവിടെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല, കുറച്ച് ഏരിയയുള്ളൂ, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബൈ പറ. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴംപൊരിയും ബീഫും കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ശ്രീമുരുക കഫേ വന്നാൽ മതി. തൃപ്പൂണിത്തുറയിൽ പേട്ടയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും കൊതിയൊക്കെ തോന്നുമ്പോൾ ഈ വഴി പോകുമ്പോൾ വേണമെങ്കിൽ കയറാം. പഴംപൊരിയും ബീഫും എന്തായാലും അടിപൊളി. ബാക്കിയൊക്കെ അങ്ങനെ അത്ര അടിപൊളിയൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.